ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആകർഷണ നിയമം. ഇന്ന് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതും ഒരുപാട് ആൾക്കാർ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ആകർഷണ നിയമം എന്നുള്ളത്. അതായത് മനുഷ്യ മനസ്സിൻ്റെ ആകർഷണം. നമ്മൾ ഈ മനുഷ്യ മനസ്സ്, അതായത് ഈ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത്. അത് ലോ ഓഫ് അട്രാക്ഷനിൽ മെയിനായിട്ടൊരു 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആസ്ക്, ബിലീവ് ആൻഡ് റിസീവ്. അതായത് നമ്മളൊരു കാര്യം യൂണിവേഴ്സിനോട് ചോദിക്കുക, എന്നിട്ട് അതിൽ വിശ്വസിക്കുക, അത് കിട്ടിയെന്ന് വിശ്വസിക്കുക, അതിനുശേഷം നമ്മളത് റിസീവ് ചെയ്യുക. അപ്പോൾ എല്ലാവരും പറയും ഇതൊരു ലോജിക്ക് ഇല്ലാത്ത കാര്യമില്ല, അങ്ങനെയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അങ്ങ് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ട് നമുക്ക് ചുമ്മാ അതങ്ങ് ഇരുന്നാൽ മതിയല്ലോ, നമുക്ക് എല്ലാം അങ്ങ് കിട്ടുമല്ലോ. പക്ഷെ അങ്ങനെയല്ല അതിൽ പറഞ്ഞത്. നമുക്കൊരു കാര്യം നമ്മൾ എന്താണോ നമുക്ക് ആവശ്യം അത് നമ്മൾ യൂണിവേഴ്സിനോട് പറയുക, എന്നിട്ട് നമുക്കത് ചെയ്യാനുള്ള, അതിലേക്ക് എത്തിപ്പെടാനുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്യുക. അത് ഏത് കാര്യമായിക്കോട്ടെ, നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് ഏത് കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോൾസ് സെറ്റ് ചെയ്യുക, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന ഒരു കാര്യം. പിന്നെ ലോ ഓഫ് അട്രാക്ഷനിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കംപ്ലീറ്റായിട്ട് നമ്മുടെ നെഗറ്റീവ് എനർജി നമ്മുടെ മൈൻഡിൽ നിന്നും മാറി നമുക്ക് പോസിറ്റീവിലേക്ക് എത്താൻ അത് ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്. അത് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു 90% ആൾക്കാരും ഇപ്പോഴും പാസ്റ്റായിട്ടുള്ള അവരുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ ഇമോഷൻസോ അതുകൊണ്ട് ഇപ്പോഴും സ്റ്റിൽ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. അവർക്ക് എന്തില്ല എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും അവരെപ്പോഴും വ്യാകുലതപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരാളെ കാണുകയാണ്, നമ്മുടെ സുഹൃത്തിനെ കാണുകയാണ്. അപ്പോൾ നമ്മൾ സുഹൃത്തിനോട് എന്തുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പക്ഷേ നമ്മളോട് പറയുന്നത് അവർക്ക് പനിയായിരുന്നു, അല്ലെങ്കിൽ അവർ ഹസ്ബൻഡിന് പനിയായിരുന്നു, അവർ കുട്ടികൾക്ക് വയ്യാണ്ടിരിക്കുകയെന്ന് ഒരാഴ്ചയായിട്ട്. അതായത് അവരൊരു പാസ്റ്റിലുണ്ടായിരിക്കുന്ന വിഷമങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് സ്റ്റിൽ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ സ്റ്റിൽ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നെഗറ്റീവ് എനർജീനെ മാത്രമാണ്. പക്ഷേ നമ്മൾ ഒരിക്കലും പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പിന്നീട് അത് മുന്നിലേക്ക്, അതായത് നമ്മുടെ ഇപ്പം നടക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. അത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ വീണ്ടും അതിനെ തന്നെ അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം തിങ്ക് ചെയ്യുക. ആദ്യം നമുക്കിപ്പോൾ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ജീവിക്കുന്ന ഒരാൾക്ക്, ഇപ്പം ആദ്യമൊക്കെ ഞാനൊക്കെ ഒരു 100% നെഗറ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ഈ പോസിറ്റീവിലേക്ക് എത്തുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ എപ്പോഴും പാസ്റ്റിലെ എന്നെ അവരങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവരിങ്ങനെ ചെയ്തു, അവരിത് പറഞ്ഞു, അങ്ങനെ നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ മിക്കവാറും മുന്നിലോട്ട് കൊണ്ടുവരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അതുമൂലം എനിക്ക് ജീവിതത്തിൽ സന്തോഷം, പല സാഹചര്യങ്ങളിലും എനിക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിലേക്ക് വന്നപ്പം ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, അത് എല്ലാവർക്കും ഫോളോ ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ പഴയ കാര്യങ്ങളെല്ലാം മറക്കണം, അല്ലെങ്കിൽ അത് നമ്മുടെ പുതിയ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ അറ്റ് പ്രസൻറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പം ഞാൻ അതിനെ ഉപയോഗിച്ചൊരു ടെക്നിക്ക് എന്താ വെച്ചാൽ, ഞാനൊരു ബുക്കിൽ എന്തൊക്കെയാണോ എൻ്റെ പാസ്റ്റിൽ ഇമോഷൻസ്, അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരിക്കുന്ന വിഷമങ്ങൾ, പല വിഷമങ്ങളും നമുക്കുണ്ടാവും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു പേജിൽ എഴുതിയാൽ മതിയായിരിക്കും അവരുടെ പഴയ വിഷമങ്ങൾ. ചില ആൾക്കാർക്ക് ഒരു 200 ബുക്കിൻ്റെ പേജിൽ എഴുതിയാൽ പോലും തീരാത്ത എത്ര വിഷമങ്ങൾ പാസ്റ്റിൽ നടന്നിട്ടുണ്ടാവും. അതെന്താണോ അതൊരു ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതിയതിന് ശേഷം നിങ്ങളത് കത്തിച്ച് കളയുക. ആ ബുക്ക് നിങ്ങൾ മനസ്സ് തുറന്ന് നിങ്ങളുടെ വിഷമങ്ങൾ എന്താണെന്ന്, ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആരോടും പറയാൻ പറ്റാത്തതായ പല വിഷമങ്ങളും നമുക്കുണ്ടാവും. ചിലപ്പോൾ അത് നമ്മൾ ആ ഒരു ബുക്കിൽ എഴുതുക. ബുക്കിൽ എഴുതിയതിന് ശേഷം നമ്മൾ ആ ബുക്ക് കത്തിച്ച് കളയുക. അതിനുശേഷം അതോടുകൂടി നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പഴയ വിഷമങ്ങളൊക്കെ ഇതോടുകൂടി തീർന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പിന്നെ അറ്റ് പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കണം. നമുക്ക് ആ പ്രസൻറ്റിൽ ജീവിച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്ന മൂലം നമുക്ക് വന്നു ചേരുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നമ്മളെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങളുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൈൻഡ് അല്ലെങ്കിൽ അത്രമേൽ ഹാപ്പിയൊക്കെ, ഇപ്പം നമുക്ക് പറയാം, നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് 24/7 ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു ടൂളാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നമ്മളിത് വൺസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരാളായി
തീർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്കത് നമ്മുടെ ഹെൽത്തിനെ ഒരുപാട് ഇമ്പ്രൂവ് ഒക്കെ ചെയ്യും. കാരണം നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മളുടെ ചിന്തകൾ മൂലമായിരിക്കും. ഇപ്പോൾ തലവേദന, അങ്ങനെ പല പ്രശ്നങ്ങളും വന്നാൽ നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ സ്ട്രെസ്സ് മൂലമായിരിക്കും. അപ്പം നമ്മളൊരു പരിധി വരെ ഈ സ്ട്രെസ്സൊക്കെ കൺട്രോൾ ചെയ്താൽ ഫുൾ ടൈം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.